എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ജീവൻ മരണ പോരാട്ടമായ രണ്ടാമത്തെ ഹൈ വോൾട്ടേജ് മത്സരത്തിന് ലക്നൌവിലെ ചരിത്രപ്രസിദ്ധമായ ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയായപ്പോൾ ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ കാലങ്ങളോളം പ്രതിധ്വനിക്കുന്ന അത്യുജ്വലവും ഭയാനകവുമായ ഒരു റൺ വേട്ടയ്ക്കാണ് ആവേശഭരിതരായ കാണികൾ സാക്ഷ്യം വഹിച്ചത്. ഈ നിർണായക മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാൻ നായകൻ ഹഷ്മതുള്ള ഷാഹിദി പിച്ചിലെ മഞ്ഞിന്റെ സ്വാധീനം മുൻകൂട്ടി കണ്ട് ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ആ തീരുമാനത്തെ പൂർണ്ണമായും അപ്രസക്തമാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ ഓപ്പണർമാരായ നായകൻ രോഹിത് ശർമ്മയും യുവ സെൻസേഷൻ യശസ്വി ജയ്സ്വാളും കാണികളുടെ ഹർഷാരവങ്ങൾക്കിടയിലൂടെ മൈതാനത്തേക്ക് കടന്നുവന്നത്. ആദ്യ ഓവർ എറിയാനെത്തിയ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സലീം സഫിയുടെ രണ്ടാമത്തെ വൈറ്റ് ഷോട്ട് പന്തിൽ തന്റെ മാന്ത്രിക കൈത്തണ്ടകളുടെ കരുത്ത് കാണിച്ച് ബാക്ക് ഫുട്ടിൽ പോയിന്റിന് പിന്നിലൂടെ അതിമനോഹരമായ ഒരു സ്ക്വയർ കട്ട് പായിച്ച് ബൗണ്ടറിയോടെ രോഹിത് ഇന്ത്യയുടെ അക്കൗണ്ട് തുറന്നപ്പോൾ സലീം സഫി തന്റെ അടുത്ത ഓവറുമായി മടങ്ങിയെത്തിയ സമയത്ത് യശസ്വി ജയ്സ്വാളും പുറത്തേക്ക് പോയ പന്തിൽ കരുത്തിറ്റ ഒരു ബാക്ക് ഫുട്ട് പഞ്ച് കവറുകൾക്കരികിലൂടെ പായിച്ച് മികച്ചൊരു ബൗണ്ടറി സ്വന്തമാക്കി. എന്നാൽ തൊട്ടടുത്ത നിമിഷം കൃത്യം 2 ഓവറിൽ സലീം സഫി ഇന്ത്യയ്ക്ക് ആദ്യത്തെ വലിയ പ്രഹരം നൽകി. സഫിയുടെ മറ്റൊരു ഷോട്ട് ആൻഡ് വൈഡ് പന്തിൽ കാറ്റിലൂടെ വീണ്ടും ഒരു കട്ട് ഷോട്ട് കളിക്കാനുള്ള വലിയ അബദ്ധം ജയ്സ്വാൾ കാട്ടിയപ്പോൾ പന്തിലെ അധിക ബൗൺസ് കാരണം അദ്ദേഹത്തിന് കൃത്യമായ എലിവേഷൻ ലഭിക്കാതെ വരികയും ബാക്ക്വേർഡ് പോയിന്റിൽ നിന്നിരുന്ന നാംഗ്യാൽ ഖരോട്ടി വായുവിൽ ഉയർന്നു ചാടി തന്റെ രണ്ടാമത്തെ ശ്രമത്തിൽ ഒരു തകർപ്പൻ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കുകയും ചെയ്തു. 9 പന്തിൽ ഒരു ബൗണ്ടറിയുടെ സഹായത്തോടെ വെറും 4 റൺസ് എടുത്ത് യശസ്വി ജയ്സ്വാൾ പുറത്തായതിന് പിന്നാലെ 3-ാം നമ്പറിൽ മികച്ച ഫോമിലുള്ള ശുഭ്മൻ ഗിൽ ക്രീസിലെത്തുകയും അള്ള മുഹമ്മദ് ഖസൻഫറിന്റെ ഫുൾ പിച്ച് പന്തിൽ എക്സ്ട്രാ കവറുകളുടെ ഇടതുവശത്തുകൂടി അതിമനോഹരവും മൃദുവുമായ ഒരു ഡ്രൈവിലൂടെ ബൗണ്ടറി നേടി തന്റെ വരവറിയിക്കുകയും ചെയ്തു. പിന്നീട് ഏക്ന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് അഫ്ഗാനിസ്ഥാന്റെ മുഴുവൻ പേസ് ബൌളിംഗ് ആക്രമണത്തെയും തകർത്തെറിഞ്ഞ് രോഹിത് ശർമ്മയുടെ ആ പഴയ വിന്റേജ് രൂപത്തിനായിരുന്നു. 4-ാം ഓവറിൽ സലീം സഫിയുടെ തുടർച്ചയായ 2 പന്തുകളിൽ രോഹിത് അതിശക്തവും ഗഗനചുംബിയുമായ 2 കൂറ്റൻ സിക്സറുകൾ പറത്തി ആദ്യത്തേത് ഫ്രണ്ട് ഫുട്ട് പുൾ ഷോട്ടിലൂടെ മിഡ് വിക്കറ്റ് സ്റ്റാൻഡിലേക്കും രണ്ടാമത്തേത് ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെയും അതിർത്തി കടന്നപ്പോൾ ഖസൻഫർ എറിഞ്ഞ അടുത്ത ഓവറിൽ ഗിൽ തുടർച്ചയായ 3 പന്തുകളിൽ 3 തകർപ്പൻ ബൗണ്ടറികൾ, 1 പോയിന്റിലേക്കും രണ്ടാമത്തേത് കവറുകൾക്കിടയിലൂടെയും മൂന്നാമത്തേത് മികച്ചൊരു എക്സ്ട്രാ കവർ ഡ്രൈവിലൂടെയും പായിച്ച് റൺ ഒഴുക്കിന് റോക്കറ്റിന്റെ വേഗത സമ്മാനിച്ചു. ഈ വെടിക്കെറ്റ് ബാറ്റിംഗിന്റെ കരുത്തിൽ ഇന്ത്യ വെറും 6-0 ഒരു ഓവറിൽ തങ്ങളുടെ 50 റൺസ് പൂർത്തിയാക്കിയതിന് പിന്നാലെ ബിലാൽ സാമി അടുത്ത ഓവറുമായി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ലോവർ ഡെലിവറിയിൽ ബുദ്ധിപരമായ ഒരു ലെഗ് ഗ്ലാൻസിലൂടെ രോഹിത് ബൗണ്ടറി കണ്ടെത്തുകയും തുടർന്ന് ഖരോട്ടി പാഡുകളിലേക്ക് എറിഞ്ഞ ഹൈ ഫുൾ ടോസ് പന്തിൽ ലോങ് ലെഗിന് മുകളിലൂടെ അതിഗംഭീരമായ ഒരു സിക്സർ പറത്തുകയും ചെയ്തതോടെ ആദ്യ പവർ പ്ലേ ആയ 10 ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യൻ ടീം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 80 റൺസ് എന്ന അതിശക്തമായ സ്കോറിൽ എത്തിയിരുന്നു. ഇന്ത്യൻ ടീം വിജയത്തിലേക്ക് വളരെ എളുപ്പത്തിൽ മുന്നേറുന്നതിനിടയിലാണ് ഇന്നിംഗ്സിന്റെ 14-ാമത്തെ ഓവറിൽ, അതായത് 13-0 ഒരു ഓവറിൽ ലോകത്തെ 1-ാം നമ്പർ സ്പിന്നറായ റാഷിദ് ഖാൻ തന്റെ മാന്ത്രിക സ്പിന്നിലൂടെ ഇന്ത്യയ്ക്ക് രണ്ടാമത്തെ വലിയ ആഘാതം നൽകിയത്. റൗണ്ട് വിക്കറ്റിൽ വന്ന് മണിക്കൂറിൽ 97.7 കിലോമീറ്റർ വേഗത്തിൽ എറിഞ്ഞ ആ മാന്ത്രിക ഗൂഗ്ലി പിച്ച് ചെയ്ത് അതിവേഗം അകത്തേക്ക് തിരിഞ്ഞപ്പോൾ ബാക്ക് ഫുട്ടിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച രോഹിത് ശർമ്മ വേഗതയിലും ടേണിലും പൂർണ്ണമായും കബളിപ്പിക്കപ്പെടുകയും പന്തിന്റെ അകത്തെ വക്കിൽ മുത്തമിട്ട് നേരിട്ട് സ്റ്റമ്പുകളിൽ പതിച്ച് അദ്ദേഹത്തെ ക്ലീൻ ബൗൾഡാക്കുകയും ചെയ്തു. തന്റെ അർദ്ധ സെഞ്ചുറിക്ക് വെറും 2 റൺസ് മാത്രം അകലവെച്ച് 49 പന്തിൽ 6 ഫോറും 2 സിക്സറും ഉൾപ്പെടെ 48 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് രോഹിത് മടങ്ങിയത്. അദ്ദേഹം പോയതിനുശേഷം 4-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ മൈതാനത്തിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഉറച്ചുനിന്ന ശുഭ്മൻ ഗിൽ നാംഗ്യാൽ ഖരോട്ടിയുടെ ഷോട്ട് പന്തിൽ കൗ കോർണറിന് മുകളിലൂടെ ഒരു കൂട്ടൻ സിക്സർ പറത്തി വെറും 46 പന്തുകളിൽ തന്റെ മറ്റൊരു മികച്ച അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. രോഹിത്തിന്റെ വിടവാങ്ങലിനു ശേഷം ഇഷാൻ കിഷനും ശുഭ്മൻ ഗില്ലും ചേർന്ന് അഫ്ഗാനിസ്ഥാൻ ബൌളർമാർക്ക് നേരെ അഴിച്ചുവിട്ട ഭയാനകവും രൗദ്രവുമായ പ്രത്യാഘാതനം മുഴുവൻ മത്സരത്തെയും പൂർണ്ണമായും ഏകപക്ഷീയമാക്കി മാറ്റി. വന്നയുടനെ ഇഷാൻ കിഷൻ റാഷിദ് ഖാന്റെ ഷോട്ട് പന്തിൽ കിടിലൻ ഒരു പുൾ ഷോട്ട് കഴിച്ച് ബൗണ്ടറി നേടുകയും തുടർന്ന് സലീം സഫിയുടെ പന്തിൽ ലോങ് ലെഗിന് മുകളിലൂടെ അതിഭയങ്കരമായ ഒരു സിക്സർ പറത്തുകയും ചെയ്തു. ബിലാൽ സാമിയുടെ അടുത്ത ഓവറിൽ ഇഷാൻ മറ്റൊരു പുൾ ഷോട്ടിലൂടെ സിക്സർ പറത്തിയപ്പോൾ നായകൻ ഗിൽ എക്സ്ട്രാ കവറുകൾക്കിടയിലൂടെ 2 മൃദുവായ ബൗണ്ടറികൾ നേടി ആ ഓവറിൽ നിന്ന് മാത്രം 15 റൺസ് അടിച്ചെടുത്തു. നായകൻ ഹഷ്മതുള്ള ഷാഹിദി നേരിട്ട് 30-ാം ഓവർ എറിയാനെത്തുമ്പോഴേക്കും ഇഷാൻ കിഷൻ പൂർണ്ണമായും തകർപ്പൻ മൂഡിലായിരുന്നു. ഷാഹിദിയുടെ ആദ്യ പന്തിൽ കവറുകൾക്ക് പിന്നിലൂടെ ബൗണ്ടറി നേടിയ ഇഷാൻ 3-ാമത്തെ പന്തിൽ മിഡ് വിക്കറ്റിലേക്ക് ശക്തമായ ഒരു ഹീവ് ഷോട്ടിലൂടെ മറ്റൊരു 4 പായിച്ചും 5-ാമത്തെ പന്തിൽ ബാക്ക് ഫുട്ടിൽ നിന്ന് കൈത്തണ്ടയുടെ മാന്ത്രികതയോടെ എക്സ്ട്രാ കവറുകൾക്ക് മുകളിലൂടെ
മനോഹരമായ ഒരു ഇൻസൈഡ് ഔട്ട് സിക്സർ പറത്തി കാണികളെ മന്ത്രമുഗ്ധരാക്കി മാറ്റി. അതേ ഓവറിലെ അവസാന പന്തിൽ ഒരു സിംഗിൾ മോഷ്ടിച്ച കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇഷാൻ കിഷൻ തന്റെ അതിശക്തമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതോടെ ഇരു ബാറ്റർമാരും ഏക്ന മൈതാനത്ത് ഫോറുകളുടെയും സിക്സറുകളുടെയും പേമാരി തന്നെ സൃഷ്ടിച്ചു. ഖസൻഫറിന്റെ പന്തിൽ മിഡ് വിക്കറ്റിലേക്ക് ബൗണ്ടറി നേടിയ ഇഷാൻ റാഷിദ് ഖാന്റെ അടുത്ത ഓവറിൽ തുടർച്ചയായ 3 പന്തുകളിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചു. ആദ്യം ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു തകർപ്പൻ 4, പിന്നെ ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ 89 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ സിക്സർ, തൊട്ടടുത്ത പന്തിൽ കവറുകൾക്ക് മുകളിലൂടെ അതിമനോഹരമായ മറ്റൊരു 4. ഇന്നിംഗ്സിന്റെ 33-ാം ഓവറിൽ വച്ച് കൃത്യം 32-0 ഒരു ഓവറിൽ ബിലാൽ സാമിയുടെ പാഡുകളിലേക്ക് വന്ന പന്ത് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് ശുഭ്മൻ ഗിൽ വെറും 88 പന്തുകളിൽ ഏകദിന ക്രിക്കറ്റിലെ തന്റെ 9ാമത്തെ ചരിത്രാത്മകവും കുറ്റമറ്റതുമായ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ മൈതാനത്ത് തന്റെ ഹെൽമറ്റ് ഊരി തന്റേതായ പ്രത്യേക ശൈലിയിൽ കുനിഞ്ഞ് അദ്ദേഹം കാണികളുടെ അഭിവാദം സ്വീകരിച്ചു. നായകൻ ഗില്ലിന്റെ സെഞ്ചുറി പൂർത്തിയായതിന് തൊട്ടുപിന്നാലെ ഇഷാൻ കിഷനിന്റെ രൗദ്രഭാവം അതിന്റെ പരമ്യത്തിലെത്തി. ബിലാൽ സാമിയുടെ അതേ ഓവറിലെ 4ഉം 5ഉം പന്തുകളിൽ ഇഷാൻ 2 തകർപ്പൻ ബൗണ്ടറികൾ പായിച്ചപ്പോൾ 34-ാം ഓവറിൽ സലീം സഫിയുടെ പന്തുകളിൽ ഗിൽ കവറുകൾക്ക് മുകളിലൂടെ 2 മനോഹരമായ 4കൾ സ്വന്തമാക്കി. ഇന്നിംഗ്സിന്റെ 35-ാം ഓവറുമായ ബിലാൽ സാമി വീണ്ടും മടങ്ങിയെത്തിയപ്പോൾ ആദ്യ പന്തിൽ തന്നെ ഇഷാൻ കിഷൻ ലോങ് ഓൺ സ്റ്റാൻഡുകൾക്ക് മുകളിലൂടെ അതിശക്തവും ആകാശത്തോളം ഉയർന്നു പൊങ്ങിയതുമായ ഒരു കൂറ്റൻ സിക്സർ പറത്തുകയും അതേ ഓവറിലെ അവസാന പന്തിൽ സാമി ലെഗ് സൈഡ് ഡെലിവറി കട്ട് ഷോട്ടിലൂടെ ബാക്ക്വേർഡ് പോയിന്റ് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് അയച്ച് വെറും 75 പന്തുകളിൽ ഏകദിന ക്രിക്കറ്റിലെ തന്റെ മറ്റൊരു ചരിത്രാത്മകവും സ്ഫോടകമാത്മകവുമായ സെഞ്ചുറി ഇഷാൻ പൂർത്തിയാക്കിയതോടെ ഇഷാൻ വായുവിൽ തന്റെ ബാറ്റ് വീശി ഹെൽമറ്റ് ഊരി നായകൻ ഗില്ലിനെ അഭിനന്ദിച്ചു. തന്റെ ഈ മാസ്മരിക ഇന്നിംഗ്സിൽ ആദ്യ 50 റൺസ് നേടാൻ വെറും 52 പന്തുകൾ എടുത്ത ഇഷാൻ തുടർന്നുള്ള 50 റൺസിലേക്കുള്ള യാത്ര വെറും 23 പന്തുകൾക്കുള്ളിൽ പൂർത്തിയാക്കി അഫ്ഗാനിസ്ഥാൻ ബൌളർമാരെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാക്കി മാറ്റുകയും അതേ ഓവറിലെ അവസാന പന്തിൽ സാമി മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗത്തിൽ അരയ്ക്ക് മുകളിൽ ഒരു നോ ബോൾ ഫുൾ ടോസ് എറിഞ്ഞപ്പോൾ അതിൽ ബിൽ ഫൈൻ ലെഗിലേക്ക് മറ്റൊരു തകർപ്പൻ ബൗണ്ടറി കൂടി സ്വന്തമാക്കി. ഏക്ന മൈതാനത്ത് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ആദ്യ 35 ഓവറുകളുടെ കളി അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭീമാകാരമായ ഒരു എവറസ്റ്റ് കെട്ടിപ്പടുക്കുന്നതുപോലെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 294 റൺസ് എന്ന അതിശക്തമായും അഭേദ്യവുമായ സ്കോറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ റൺ നിരക്ക് ആ സമയത്ത് 8-0-4-0 എന്ന ഭയാനകമായ വേഗത്തിലാണ് കുതിച്ചുകൊണ്ടിരുന്നത്. ക്രീസിൽ ഓപ്പണിംഗ് ബാറ്റർ ഇഷാൻ കിഷൻ 75 പന്തുകൾ നേരിട്ട് 14 തകർപ്പൻ ബൗണ്ടറികളുടെയും 5 കൂറ്റൻ സിക്സറുകളുടെയും പിൻബലത്തിൽ 112 റൺസ് എടുത്ത് തകർക്കാനാവാത്ത ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ മറുഭാഗത്ത് നായകൻ ഗില്ലും 88 പന്തിൽ 17 കിടിലൻ ബൗണ്ടറികളും 2 ഉജ്ജ്വല സിക്സറുകളും സഹിതം 122 റൺസുമായി പുറത്താകാതെ ചരിത്രാത്മക സെഞ്ചുറി ഇന്നിംഗ്സ് കളിച്ച് അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. ലക്നൌവിലെ ഈ ചരിത്ര മൈതാനത്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഈ രണ്ടാമത്തെ ഏകദിന പോരാട്ടത്തിന്റെ മധ്യഘട്ടം റൺസുകളുടെ ചരിത്രപരമായ സ്ഫോടനങ്ങൾക്കും വിശ്വസിക്കാനാവാത്ത സെഞ്ചുറി കൂട്ടുകെട്ടുകൾക്കും വിക്കറ്റുകളുടെ ആവേശകരമായ കൊഴിഞ്ഞുപോക്കിനും അഫ്ഗാൻ സ്പിന്നർ നാംഗ്യാൽ ഖരോട്ടിയുടെ ധീരമായ തിരിച്ചുവരവിനും സാക്ഷ്യം വഹിച്ചു. മൈതാനത്തിന്റെ 4 പാടും റൺസുകളുടെ ഭയാനകമായ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കെ അഫ്ഗാൻ ബൌളർമാർ പൂർണ്ണമായും നിസ്സഹായരായി കാണപ്പെട്ടു. എന്നാൽ കളി 36-ാം ഓവറിലേക്ക് കടന്നയുടനെ ഏക്ന മൈതാനത്ത് ആവേശത്തിന്റെയും നാടകീയതയുടെയും തികച്ചും പുതിയൊരു അധ്യായം ആരംഭിക്കുകയായി. ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സലീം സഫി എറിഞ്ഞ 36-ാം ഓവറിലെ 3ാമത്തെ പന്ത് മണിക്കൂറിൽ 111.7 കിലോമീറ്റർ വേഗതയിലുള്ള സ്ലോവറും ഫുൾ പിച്ചുമായിരുന്നു. ഇതിൽ നായകൻ ശുഭ്മാൻ ഗിൽ തന്റെ സർവ്വശക്തിയും എടുത്ത് നേരിട്ട് ആക്രമണാത്മക പ്രഹരം ഏൽപ്പിച്ചപ്പോൾ പന്ത് ബാറ്റിന്റെ താഴത്തെ ഭാഗത്ത് തട്ടി ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ബുള്ളറ്റിന്റെ വേഗതയിൽ ലോങ് ഓഫ് ബൗണ്ടറി കടന്ന് 4 റൺസായി മാറി. ഈ തകർപ്പൻ ബൗണ്ടറിയോടെ ശുഭ്മാൻ ഗില്ലിനും ഇഷാൻ കിഷനും ഇടയിലുള്ള 3ാം വിക്കറ്റിലെ ചരിത്രപരമായ 200 റൺസിന്റെ മഹാകൂട്ടുകെട്ടും പൂർത്തിയായി. ഇതിനുശേഷം സഫി അല്പം ഷോർട്ടും വൈഡുമായൊരു പന്തെറിഞ്ഞപ്പോൾ ഗിൽ കട്ട് ഷോട്ട് കളിക്കുകയും ഷോട്ട് തേർഡ് മാനിൽ നിന്നിരുന്ന ഫീൽഡർ വളരെ വൈകി പ്രതികരിച്ചതുകൊണ്ട് പന്ത് അയാളുടെ വിരലുകളെ കബളിപ്പിച്ച് അതിർത്തി രേഖ കടന്നതോടെ ഈ ബൗണ്ടറിയിലൂടെ ഇന്ത്യയുടെ 300 റൺസും പൂർത്തിയായി. ഇതേ ഓവറിലെ അവസാന പന്തിൽ ലെഗ് സൈഡിലെ വളരെ മോശമായ പന്തിനെ ഗിൽ ബുദ്ധിപൂർവ്വം ഫ്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു മനോഹരമായ ബൗണ്ടറി കൂടി സ്വന്തമാക്കി ഓവറിൽ നിന്ന് ആകെ 13 റൺസ് വാരിക്കൂട്ടി. അതിനുശേഷം 37-ാം ഓവറുമായി സ്പിന്നർ നാംഗ്യാൽ ഖരോട്ടി മടങ്ങിയെത്തിയപ്പോൾ ഇഷാൻ കിഷൻ അദ്ദേഹത്തിനെതിരെ ഭയാനകമായ താണ്ഡവം ആരംഭിച്ചു. മണിക്കൂറിൽ 94.3 കിലോമീറ്റർ വേഗതയിൽ ഖരോട്ടി എറിഞ്ഞ ഷോട്ട് പന്തിൽ ബാക്ക് ഫുട്ടിൽ പോയി ലെങ്ത് കൃത്യമായി മനസ്സിലാക്കിയ ഇഷാൻ ഡീപ് സ്ക്വയർ ലെഗ് സ്റ്റാൻഡുകൾക്ക് മുകളിലൂടെ അതിശക്തമായ ഒരു കൂറ്റൻ സിക്സർ പറത്തി. ഖരോട്ടി അടുത്ത പന്ത് കൃത്യം സ്ലോട്ടിൽ ഫുൾ പിച്ചായി എറിഞ്ഞപ്പോൾ ഇഷാൻ കിഷൻ വീണ്ടും തന്റെ സർവ്വശക്തിയും പ്രയോഗിക്കുകയും താഴത്തെ കൈ ബാറ്റിന്റെ ഹാൻഡിലിൽ നിന്ന് തെന്നി മാറിയിട്ടും പന്ത് ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ 87 മീറ്റർ നീളമുള്ള മറ്റൊരു ഭീമാകാരമായ മറ്റൊരു സിക്സറായി പറക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ഖരോട്ടി
തന്റെ ലെങ്ത് ശരിയാക്കി അല്പം ഷോർട്ടായി എറിഞ്ഞ പന്ത് പിച്ച് ചെയ്ത് നേരിയ തോതിൽ താഴേക്ക് വന്നപ്പോൾ ബാക്ക് ഫുട്ടിൽ പോയി വീണ്ടും വലിയൊരു ഷോട്ട് കളിക്കാനുള്ള ഭീമാബദ്ധം ഇഷാൻ കിഷൻ കാണിച്ചു. ഇതിന്റെ ഫലമായി പന്തിന് ഉയരം ലഭിച്ചുവെങ്കിലും ദൂരം ലഭിച്ചില്ല. ഡീപ് മിഡ് വിക്കറ്റിൽ നിന്ന് മുന്നോട്ടോടിയെത്തിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡർ ഇക്രാം അലി ഖിൽ യാതൊരു തെറ്റും വരുത്താതെ മനോഹരമായൊരു റിവേഴ്സ് കപ്പ് ക്യാച്ചിലൂടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ ആഘാതം നൽകി. 79 പന്തിൽ 19 ബൗണ്ടറികളുടെയും 7 ആകാശത്തോളം ഉയർന്ന സിക്സറുകളുടെയും സഹായത്തോടെ 125 റൺസ് എന്ന അവിശ്വസനീയവും കൊടുങ്കാറ്റ് പോലുള്ളതുമായ ഇന്നിംഗ്സ് കളിച്ച് ഇഷാൻ കിഷൻ പുറത്താകുന്നതോടെ 224 റൺസിന്റെ ആ മഹാകൂട്ടുകെട്ടിനും അന്ത്യമായി. അദ്ദേഹം പോയതിനു ശേഷം 5ാം നമ്പറിൽ ശ്രീയസ് അയ്യർ ബാറ്റിംഗിനെത്തിയെങ്കിലും മറുഭാഗത്ത് നിൽക്കുന്ന നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ വെടിക്കെട്ട് അപ്പോഴും തുടരുകയായിരുന്നു. ഖരോട്ടിയുടെ അടുത്ത ഓവറിൽ ഗിൽ ഉടൻ തന്നെ ഡൗൺ ദ ട്രാക്കിൽ ഇറങ്ങി സ്പിന്നിനൊപ്പം അതിമനോഹരമായ ഒരു ഇൻസൈഡ് ഔട്ട് ഏരിയൽ ഷോട്ട് കളിച്ച് എക്സ്ട്രാ കവറുകൾക്ക് മുകളിലൂടെ തകർപ്പൻ 4 നേടി. 42ാം ഓവറിൽ അല്ലാ മുഹമ്മദ് ഗസൻഫർ മണിക്കൂറിൽ 88 കിലോമീറ്റർ വേഗതയിൽ എറിഞ്ഞ ഫ്ലൈറ്റഡ് പന്ത് ഗിൽ വളരെ അനായാസം ലോങ് ഓഫിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു സിംഗിൾ മോഷ്ടിച്ചു. ഈ സിംഗിളിലൂടെ നായകൻ ശുഭ്മാൻ ഗിൽ വെറും 104 പന്തുകളിൽ ഏകദിന ക്രിക്കറ്റിലെ തന്റെ ചരിത്രപരവും അഭൂതപൂർവവുമായ 150 റൺസ് പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെ അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. ഗിൽ അവിടെയും നിർത്തിയില്ല. ഗസൻഫറിന്റെ അടുത്ത ഓവർ പിച്ചിൽ അല്പം റൂം ഉണ്ടാക്കി കവറുകൾക്ക് മുകളിലൂടെ അതിമനോഹരമായ മറ്റൊരു ബൗണ്ടറി കൂടി സ്വന്തമാക്കി. ഇതിനുശേഷം 43ാം ഓവറിൽ ശ്രേയസ് അയ്യരും തന്റെ കടുത്ത ഭാവം പുറത്തെടുത്തു. നാംഗ്യാൽ ഖരോട്ടിയുടെ സ്ലോട്ട് ഡെലിവറിയിൽ തന്റെ നീണ്ട റീച്ച് അത്ഭുതകരമായി ഉപയോഗിച്ച അദ്ദേഹം ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ അതിശക്തവും ഗഗനചുംബിയുമായ ഒരു കൂറ്റൻ സിക്സർ പറത്തി. എന്നാൽ കൃത്യം തൊട്ടടുത്ത പന്തിൽ ഖരോട്ടി മത്സരത്തിലെ ഏറ്റവും വലിയവും ഞെട്ടിക്കുന്നതുമായ വഴിത്തിരിവ് സൃഷ്ടിച്ചു. ഖരോട്ടി ലെഗ് സ്റ്റംപ് ലൈനിൽ അല്പം ഫുൾ ലെങ്ത് പന്തിരുന്നപ്പോൾ പൂർണ്ണമായും സെറ്റായിരുന്ന ശുഭ്മാൻ ഗിൽ കാലുകൾ മടക്കാതെ നിന്ന നിൽപ്പിൽ തന്നെ വിചിത്രവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഒട്ടും ചേരാത്തതുമായ ഒരു റിവേഴ്സ് സ്വീപ്പ് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചു. പിച്ചിലെ അധിക സ്പിന്ന് കാരണം പന്ത് നേരെ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ഡീപ് എക്സ്ട്രാ കവറുകളിലേക്ക് വായുവിൽ ഉയർന്നുയർന്നു. അവിടെ ഗസൻഫറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ ഫൈസൽ ഷിനോസാദ മുന്നോട്ടോടി വന്ന് വളരെ എളുപ്പമുള്ള ഒരു ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കി ഗില്ലിന്റെ ആ ചരിത്ര ഇന്നിംഗ്സിന് അന്ത്യം കുറിച്ചു. 110 പന്തിൽ 22 കിടിലൻ ബൗണ്ടറികളുടെയും 2 സിക്സറുകളുടെയും പിൻബലത്തിൽ 154 റൺസ് എന്ന സ്ഫോടകമായവും കുറ്റമറ്റതുമായ ഇന്നിംഗ്സ് കളിച്ച് ശുഭ്മാൻ ഗിൽ പുറത്തായി. ഗില്ലിന്റെ പുറത്താകലിന് ശേഷം ഫിനിഷർ KL രാഹുൽ ക്രീസിലെത്തിയെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ശ്രേയസ് അയ്യർ അതിനുശേഷം ഖരോട്ടിയുടെ പന്തിൽ കവറുകൾക്കിടയിലൂടെ മറ്റൊരു തകർപ്പൻ ബൗണ്ടറി കൂടി പുറത്തെടുത്തു. എന്നാൽ 45ാം ഓവറിൽ നാംഗ്യാൽ ഖരോട്ടി ഇന്ത്യൻ ടീമിന് അടുത്ത വലിയ ആഘാതം നൽകി. ഖരോട്ടി സ്റ്റംപുകളുടെ ലൈനിൽ അതിശക്തവും ഫുൾ പിച്ചുമായ ഡെലിവറി എറിഞ്ഞപ്പോൾ ലോങ് ഓണിന് മുകളിലൂടെ അത് ലോഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ശ്രേയസ് അയ്യർക്ക് ടൈമിംഗ് പിഴച്ചു. പന്തിന് ആവശ്യത്തിന് ഉയരം ലഭിക്കാതെ വന്നപ്പോൾ ലോങ് ഓൺ ബൗണ്ടറിയിൽ നിന്നിരുന്ന ഫീൽഡർ ഇബ്രാഹിം സദ്രാൻ തന്റെ വലത്തുവശത്തേക്ക് ഓടി വളരെ മികച്ചവും കൃത്യമായി കണക്കുകൂട്ടിയതുമായ ഒരു ക്യാച്ച് എടുത്തതോടെ 24 പന്തിൽ ഒരു ബൗണ്ടറിയുടെയും ഒരു സിക്സറിന്റെയും സഹായത്തോടെ 26 റൺസ് എടുത്ത് ശ്രേയസ് അയ്യർ പുറത്തായതോടെ ഇന്ത്യയുടെ 3 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി ഖരോട്ടി അഫ്ഗാനിസ്ഥാന് മത്സരത്തിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് സമ്മാനിച്ചു. അയ്യർ പുറത്തായതിനു ശേഷം വാലത്തക്കാരായ വാഷിംഗ്ടൺ സുന്ദറും യുവതാരം ഗുർനൂർ ബ്രാറും ക്രീസിലെത്തിയപ്പോൾ ഏക്ന മൈതാനത്ത് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ആദ്യ 45 ഓവറുകളുടെ കളി പൂർത്തിയാകുന്ന സമയത്ത് ഇന്ത്യൻ ടീം റൺസുകളുടെ ഭീമാകാരവും വെല്ലുവിളിച്ചുമായ ഒരു എവറസ്റ്റ് തീർത്തുകൊണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 373 റൺസ് എന്ന അതിശക്തവും അഭേദ്യവുമായ സ്കോറിലെത്തിയിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ റൺ നിരക്ക് ആ സമയത്ത് 8.29 എന്ന അതിഗംഭീരവും ഭയാനകവുമായ വേഗത്തിലാണ് കുതിച്ചുകൊണ്ടിരുന്നത്. ക്രീസിൽ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ 7 പന്തിൽ 5 റൺസുമായി വളരെ ബുദ്ധിപൂർവ്വം നിലയുറപ്പിച്ചപ്പോൾ മറുഭാഗത്ത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന യുവതാരം ഗുർനൂർ ബ്രാറും 2 പന്തിൽ 1 റൺസുമായി പുറത്താകാതെ നിന്നു. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സ്പിന്നർ നാംഗ്യാൽ ഖരോട്ടിയാണ് ഏറ്റവും വിജയകരവും അപകടകരവുമായ ബൗളറായി മാറിയത്. തന്റെ 10 ഓവറുകളുടെ കഠിനമായ സ്പെല്ലിൽ 76 റൺസ് വിട്ടുകൊടുത്ത് അതിനിർണായകമായ 3 വലിയ വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. അവസാന ഓവറുകളിൽ ഇന്ത്യയുടെ 3 വലിയ വിക്കറ്റുകൾ വീണെങ്കിലും ഇഷാനിന്റെയും ഗില്ലിന്റെയും ആ കൂറ്റൻ സെഞ്ചുറികളുടെ പിൻബലത്തിൽ ഇന്ത്യൻ ടീം ഈ രണ്ടാമത്തെ ഏകദിന പോരാട്ടത്തിൽ 100% തങ്ങളുടെ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. ഇന്നിംഗ്സിന്റെ 47ാം ഓവറുമായി വന്ന അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും മാന്ത്രികനും അപകടകരവുമായ ലെഗ് സ്പിന്നർ റാഷിദ് ഖാന്റെ ആദ്യ പന്ത് അല്പം ഷോർട്ട് ഓഫ് ലെങ്ത് ആയിരുന്നു. അതിൽ വാഷിംഗ്ടൺ സുന്ദർ തന്റെ ഉറച്ച ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി ക്രീസിൽ പിന്നോട്ട് മാറി പന്തിന്റെ ലെങ്ത് കൃത്യമായി മനസ്സിലാക്കി മിഡ് വിക്കറ്റിന്റെ ദിശയിൽ അതിശക്തവും കരുത്തുമുള്ള ഒരു പുൾ ഷോട്ട് കളിച്ചു. ഡീപ് മിഡ് വിക്കറ്റിൽ ജാഗ്രതയോടെ നിന്നിരുന്ന ഫീൽഡർ ദർവേഷ് റസൂൽ തന്റെ ഇടതുവശത്തേക്ക് ദീർഘദൂരം ഓടി ഡൈവ് ചെയ്തെങ്കിലും പന്ത് അയാളുടെ വിരലുകളെ കബളിപ്പിച്ച് ബുള്ളറ്റിന്റെ വേഗതയിൽ അതിർത്തി രേഖ കടന്ന് 4 റൺസായി മാറി. എന്നാൽ റാഷിദ് ഖാനും തോറ്റുകുടിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ ഓവറിലെ ആദ്യ പന്തിൽ ബൗണ്ടറി വഴങ്ങിയ ശേഷം അദ്ദേഹം ഗംഭീരമായി തിരിച്ചുവന്നു. ഓവറിലെ അവസാന പന്തിൽ റാഷിദ് വായുവിൽ ലൂപ്പ് നൽകിക്കൊണ്ട് തന്റെ മാന്ത്രിക ഗൂഗ്ലി എറിഞ്ഞപ്പോൾ യുവതാരം ഗുർനൂർ ബ്രാർ അത് പൂർണ്ണമായും വായിക്കുന്നതിൽ പരാജയപ്പെട്ടു. യാതൊരു ഫുട്വർക്കുമില്ലാതെ ഫ്രണ്ട് ഫുട്ട് പിച്ചിൽ മുന്നോട്ടിറങ്ങി ലോങ് ഓഫിന് മുകളിലൂടെ വലിയൊരു ഏരിയൽ ഷോട്ട് കളിക്കാനുള്ള ഭീമാബദ്ധം ബ്രാർ കാണിച്ചു. പിച്ചിൽ കുത്തിയ പന്ത് മാന്ത്രികമായി പുറത്തേക്ക് തിരിഞ്ഞുകയും ബാറ്റിന്റെ പുറംഭാഗം എടുത്ത് ലോങ് ഓഫിന് നേരെ വായുവിൽ ഒഴുകി നീങ്ങുകയും ചെയ്തതോടെ അവിടെ ജാഗ്രതയോടെ നിന്നിരുന്ന ഫീൽഡർ ഇബ്രാഹിം സദ്രാൻ പിന്നോട്ടോടി വളരെ സുരക്ഷിതമായ ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കി 7 പന്തിൽ വെറും 3 റൺസ് എടുത്ത് ഗുർനൂർ ബ്രാർ റാഷിദ് ഖാന്റെ ഇരയായി. ബ്രാർ പുറത്തായതിനു ശേഷം 9ാം നമ്പറിൽ ഫാസ്റ്റ് ബൗളർ അർഷ്ദീപ് സിംഗ് ക്രീസിലെത്തി. 48ാം ഓവറുമായി വന്ന അഫ്ഗാനിസ്ഥാന്റെ യുവ മിസ്റ്ററി സ്പിന്നർ അല്ലാ മുഹമ്മദ് ഗസൻഫർ തന്റെ കൃത്യതയാർന്ന
ശക്തിയാർന്ന ലൈനുകളിലൂടെ ഇന്ത്യൻ വാലത്തക്കാരെ വരിഞ്ഞുമുറുക്കാൻ ശ്രമിച്ചു. ഇതേ ഓവറിലെ അവസാന പന്തിൽ ഗസൻഫർ തന്റെ മാന്ത്രിക കാരം ബോൾ എറിഞ്ഞപ്പോൾ അത് പിച്ച് ചെയ്തു വേഗത്തിൽ അകത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്തു. ഈ ഫുൾ ലെങ്ത് പന്തിനെ ലെഗ് സൈഡിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ച അർഷ്ദീപ് സിംഗ് ടൈമിംഗിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. പന്തിന്റെ മുകൾ ഭാഗം എടുത്ത് ലോങ് ഓണിന് നേരെ വായുവിൽ വളരെ ഉയരത്തിലേക്ക് പൊങ്ങി. അവിടെ ജാഗ്രതയോടെ നിന്നിരുന്ന ഫീൽഡർ റാഷിദ് ഖാൻ പിന്നോട്ടോടി വളരെ എളുപ്പമുള്ള ഒരു ക്യാച്ച് സ്വീകരിച്ചതോടെ 4 പന്തിൽ 3 റൺസ് എടുത്ത് അർഷ്ദീപ് സിംഗ് പുറത്തായി. അങ്ങനെ 380 റൺസ് എന്ന നിലയിൽ ഇന്ത്യക്ക് 8ാമത്തെ വിക്കറ്റും നഷ്ടപ്പെട്ടപ്പോൾ അഫ്ഗാൻ ടീം അവസാന ഓവറുകളിൽ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു. ഇന്നിംഗ്സിന്റെ 49ാം ഓവറുമായി വന്ന റാഷിദ് ഖാന്റെ സ്പെല്ലിലെ അവസാന പന്തുകൾ എറിയാനെത്തിയപ്പോൾ ഓവറിലെ 5ാമത്തെ പന്തിൽ മത്സരത്തിൽ തികച്ചും നാടകീയവും അപ്രതീക്ഷിതവുമായൊരു വിക്കറ്റ് വീഴ്ച കണ്ടു. റൗണ്ട് ദ വിക്കറ്റിൽ വന്ന റാഷിദ് ഖാൻ ലെഗ് സ്റ്റംപ് ലൈനിൽ അതിശക്തമായ ഒരു ലെഗ് ബ്രേക്ക് ഡെലിവറി എറിഞ്ഞപ്പോൾ വായുവിൽ ഒഴുകി അത് അതിവേഗത്തിൽ താഴേക്ക് സ്ലൈഡ് ചെയ്തു. ഈ ഫുൾ ലെങ്ത് പന്തിനെ വളരെ ബുദ്ധിപൂർവ്വം ഫൈൻ ലെഗിലേക്ക് ഗൈഡ് ചെയ്യാൻ ശ്രമിച്ച വാഷിംഗ്ടൺ സുന്ദർ പന്തിന്റെ വളരെ നേർത്തവും മൃദുവുമായ പുറംവക്കെടുത്തതോടെ നേരെ വിക്കറ്റ് കീപ്പർ റഹ്മാനുള്ള ഗുർബാസിന്റെ ഗ്ലൗസുകളിൽ അഭയം പ്രാപിച്ചു. അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത് ഔട്ട് വിളിച്ചപ്പോൾ പന്ത് ബാറ്റിൽ ഉരസി എന്ന സുന്ദറിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതിനാൽ യാതൊരു റിവ്യൂവും എടുക്കാതെ അദ്ദേഹം ഉടൻ തന്നെ പവലിയനിലേക്ക് തന്റെ ചുവടുകൾ വെച്ചു. 19 പന്തിൽ ഒരു ബൗണ്ടറിയുടെ സഹായത്തോടെ 19 റൺസ് എന്ന ശ്രദ്ധേയമായ ഇന്നിംഗ്സ് കളിച്ച് വാഷിംഗ്ടൺ സുന്ദർ മടങ്ങി. ഇത് റാഷിദ് ഖാന് ഇന്നിംഗ്സിൽ ലഭിച്ച 3ാമത്തെ വലിയ വിജയമായിരുന്നു. 9 വിക്കറ്റുകൾ വീണതിന് ശേഷം അവസാന ബാറ്ററായി യുവതാരം പ്രിൻസ് യാദവ് മൈതാനത്തിറങ്ങി. ഇന്നിംഗ്സിന്റെ അവസാനത്തെയും 50ാമത്തെയും ഓവറുമായി ഫാസ്റ്റ് ബൌളർ ബിലാൽ സാമി എത്തിയപ്പോൾ 3ാമത്തെ പന്തിൽ ഓഫ് സ്റ്റംപിന് പുറത്ത് ലഭിച്ച ഫുൾ പിച്ചിൽ കരുത്തുറ്റ ഫ്രണ്ട് ഫുട്ട് പുറത്തെടുത്ത പ്രിൻസ് യാദവ് കവറുകൾക്ക് നേരെ അതിശക്തമായ ഒരു ഡ്രൈവ് കളിച്ച് ഫീൽഡറെ കബളിപ്പിച്ച് ലോങ് ഓഫിലേക്ക് പായിച്ച ആ സിംഗിളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏകദിന ചരിത്രത്തിൽ തങ്ങളുടെ മറ്റൊരു ചരിത്രപരമായ 400 റൺസ് കൂടി സ്കോർ ബോർഡിൽ എഴുതി ചേർത്തപ്പോൾ ഏക്നാ സ്റ്റേഡിയം മുഴുവൻ കാണികളുടെ ഗഗനഭേദിയായ കരഘോഷത്താൽ മുഴങ്ങിക്കേട്ടു. എന്നാൽ കൃത്യം ഇതേ ഓവറിലെ അവസാന പന്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് തികച്ചും ദൗർഭാഗ്യകരവും നാടകീയവുമായ ഒരു റണ്ണൌട്ടിലൂടെ തികച്ചും അന്ത്യം കുറിച്ചു. ബിലാൽ സാമി കൃത്യതയാർന്ന ഒരു യോർക്കർ പന്തെറിഞ്ഞപ്പോൾ പ്രിൻസ് യാദവ് കനത്ത പ്രഹരമേൽപ്പിക്കുകയും ബാറ്റർമാർ വേഗത്തിൽ 1 റൺസിനായി ഓടുകയും ചെയ്തു. 2ാമത്തെ റൺ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഫീൽഡർ നാംഗ്യാൽ ഖറോട്ടി ഒരു പുലിയുടെ വേഗത കാണിച്ച് പന്ത് ശേഖരിച്ച് വിക്കറ്റ് കീപ്പർ റഹ്മാനുള്ള ഗുർബാസിന്റെ നേർക്ക് എറിഞ്ഞുകൊടുത്തു. യാതൊരു പിഴവും വരുത്താതെ ഗുർബാസ് പന്ത് ബിലാൽ സാമിയുടെ നേർക്ക് നീട്ടി. സാമി ബെയിൽസ് ഇളക്കാൻ ഒട്ടും മടി കാണിച്ചില്ല. 5 പന്തിൽ 5 റൺസ് എടുത്ത പ്രിൻസ് യാദവ് റണ്ണൌട്ടായപ്പോൾ 3 പന്തിൽ 3 റൺസുമായി കുൽദീപ് യാദവ് പുറത്താകാതെ മടങ്ങി. ഈ അവസാന വിക്കറ്റ് വീഴുന്നതോടെ നിശ്ചിത 49.5 ഓവറുകളുടെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ടീം തങ്ങളുടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് 400 റൺസ് എന്ന അതിഭീമാകാരവും ഗഗനചുംബിയുമായ സങ്കല്പിക്കാൻ പോലുമില്ലാത്ത എവറസ്റ്റ് തുല്യമായ ഒരു സ്കോർ ഇന്ത്യൻ ടീം പടുത്തുയർത്തിയ 402 റൺസ് എന്ന അപ്രാപ്യമായ കൊടുമുടിയുടെ ഭാരം നെഞ്ചിലേറ്റി അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബാസും ഇബ്രാഹിം സദ്രാനും എക്നയിലെ ഫ്ലഡ് ലൈറ്റുകളുടെ പ്രകാശത്തിലേക്ക് നടന്നിറങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന കാണികളുടെ ആരവം ആകാശത്തേക്ക് ഉയരുകയായിരുന്നു. തങ്ങൾക്ക് മുന്നിലുള്ളത് അസാധ്യമായൊരു ലക്ഷ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോരാളികളെ പോലെയാണ് ഗുർബാസ് തന്റെ ഇന്നിംഗ്സ് ആരംഭിച്ചത്. ഇന്നിംഗ്സിലെ 2ാമത്തെ ഓവർ എറിയാനെത്തിയ യുവതാരം പ്രിൻസ് യാദവിന്റെ ഓഫ് സ്റ്റംപിന് പുറത്തുവന്ന ഗുഡ് ലെങ്ത് പന്തിനെ അവിശ്വസനീയമായ വേഗതയിൽ കവറുകൾക്ക് മുകളിലൂടെ ഉയർത്തിയടിച്ച് ബൗണ്ടറി നേടിയ ഗുർബാസ് തന്റെയും ടീമിന്റെയും ഉദ്ദേശങ്ങൾ വളരെ വേഗം തന്നെ വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ പ്രിൻസിന്റെ ഷോട്ട് പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിശക്തമായി പുൾ ചെയ്തും ഓഫ് സ്റ്റംപിന് പുറത്തുവന്ന പന്തിനെ പോയിന്റിലൂടെ വെട്ടിമാറ്റിയും ഗുർബാസ് അതിർത്തി കടത്തിയപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ നേരിയൊരു അമ്പരപ്പം പ്രകടമായിരുന്നു. മറുവശത്ത് ഇബ്രാഹിം സദ്രാനും പ്രിൻസ് യാദവിന്റെ പന്തിൽ തന്റെ കൈത്തെണ്ടയുടെ കരുത്തുപയോഗിച്ച് സ്ക്വയർ ലെഗിലൂടെ മനോഹരമായൊരു ബൗണ്ടറി നേടി പിന്തുണ നൽകിയതോടെ അഫ്ഗാൻ സ്കോർ ബോർഡിന് വേഗത കൈവന്നു. 5ാം ഓവറിൽ പന്തെറിയാനെത്തിയ അർഷ്ദീപ് സിംഗിന്റെ ഷോട്ട് പന്തിനെ തന്ത്രപൂർവ്വം തന്റെ ശരീരത്തിനരികിലേക്ക് സ്വയം തിരിഞ്ഞ് ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഗഗനചുംബിയായൊരു സിക്സറിന് പറത്തിയ ഗുർബാസ് ആ ഓവറിലെ അടുത്ത പന്തിൽ തന്നെ ഷോർട്ട് തേർഡ് മാനിലൂടെ ഒരു കിടിലൻ ബൗണ്ടറി കൂടി സ്വന്തമാക്കിയതോടെ ഇന്ത്യയുടെ വമ്പൻ സ്കോറിന് മുന്നിലും പതറാത്ത അഫ്ഗാനിസ്ഥാന്റെ ചെറുത്തുനിൽപ്പ് മൈതാനത്ത് തീപ്പൊരി പാറിച്ചു. എന്നാൽ ആ തീപ്പൊരിയെ ഒരു കാട്ടുതീയാകാൻ അനുവദിക്കാതെ ഇന്ത്യൻ ബൌളർമാർ തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലക്നൌവിലെ കാണികൾ കണ്ടത്. 7ാം ഓവറിലെ 3ാമത്തെ പന്തിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രതീക്ഷകളുടെ നെടുന്തൂണായിരുന്ന റഹ്മാനുള്ള ഗുർബാസിനെ പുറത്താക്കി ഗൂർനൂർ ബ്രാർ ഇന്ത്യക്ക് ആദ്യത്തെ വലിയ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. ഷോർട്ട് പിച്ച് പന്തിൽ അതിവേഗം അരികിലേക്ക് വന്ന ബൗൺസിനെ റാം ഷോട്ട് കളിക്കാൻ ശ്രമിച്ച ഗുർബാസിന്റെ ശരീരത്തിലേക്ക് പന്ത് പാഞ്ഞടുക്കുകയും ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിൽ ഉയർന്ന പന്തിനെ വിക്കറ്റ് കീപ്പർ KL രാഹുൽ യാതൊരു പിഴവുമില്ലാതെ തന്റെ ഗ്ലൗസുകളിൽ ഒതുക്കുകയും ചെയ്തതോടെ 33 പന്തിൽ 7 അതിമനോഹരമായ ഫോറുകളുടെയും ഒരു കൂറ്റൻ സിക്സറിന്റെയും അകമ്പടിയോടെ 41 റൺസ് എടുത്ത ഗുർബാസിന്റെ പോരാട്ടം അവസാനിച്ചു. തന്റെ പങ്കാളിയുടെ വീഴ്ചയ്ക്ക് ശേഷവും പതറാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഇബ്രാഹിം സദ്രാൻ കുൽദീപ് യാദവിന്റെ പന്തിൽ ഒരു മനോഹരമായ പുൾ ഷോട്ടിലൂടെ ബൗണ്ടറി കണ്ടെത്തിയെങ്കിലും 14ാം ഓവറിലെ ആദ്യ പന്തിൽ അർഷ്ദീപ് സിംഗിന്റെ തീപ്പൊരി ബൗൺസറിന് മുന്നിൽ സദ്രാന് പിഴച്ചു. ഷോട്ട് പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ പുൾ ചെയ്യാൻ ശ്രമിച്ച സദ്രാന് ടൈമിംഗ് തെറ്റുകയും പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി രാത്രിയിലെ ആകാശത്തേക്ക് അതിവേഗം ഉയരുകയും ചെയ്തു. മിഡ് വിക്കറ്റിനും സ്ക്വയർ ലെഗിനും ഇടയിലുള്ള ശൂന്യതയിലേക്ക് പന്ത് താഴേക്ക് പതിക്കുമെന്ന് തോന്നിച്ച ആ നിമിഷത്തിലാണ് ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ നിന്ന് ഒരു മിന്നൽ പിണവുപോലെ ഓടിയെത്തിയ പ്രിൻസ് യാദവ് തന്റെ ഇടതുവശത്തേക്ക് വായുവിൽ ഡൈവ് ചെയ്ത് അവിശ്വസനീയവും അത്യന്തം നാടകീയവുമായ ഒരു ക്യാച്ചിലൂടെ സദ്രാനെ പുറത്താക്കിയത്. 31 പന്തിൽ
ഓവറിൽ 21 റൺസ് എടുത്ത സദ്രാൻ മടങ്ങുമ്പോൾ പാനീയ ഇടവേളയ്ക്കായി അമ്പയർമാർ വിളിക്കുകയും മത്സരത്തിന്റെ നിയന്ത്രണം ഇന്ത്യ പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട അഫ്ഗാനിസ്ഥാനു വേണ്ടി പിന്നീട് ക്രീസിൽ ഒന്നിച്ച സദിഖുള്ള അടലും റഹ്മത്ത് ഷായും ചേർന്ന് ഒരു വലിയ തകർച്ച ഒഴിവാക്കാനുള്ള അക്ഷീണമായ പരിശ്രമമാണ് നടത്തിയത്. അഷ്ദീപ് സിംഗിന്റെ തുടർച്ചയായ പന്തുകളിൽ കവറുകൾക്കിടയിലൂടെയും എക്സ്ട്രാ കവറിലൂടെയും മനോഹരമായ ചെക്ക് ഡ്രൈവുകളിലൂടെ സദിഖുള്ള അടൽ ബൗണ്ടറികൾ വാരിക്കൂട്ടിയപ്പോൾ ഇന്ത്യയുടെ സ്പിൻ മാന്ത്രികൻ വാഷിംഗ്ടൺ സുന്ദറിന്റെ പന്തിൽ മുട്ടുകുത്തി നിന്ന് സ്ക്വയർ ലെഗിലൂടെ തകർപ്പനൊരു സ്വീപ് ഷോട്ടിലൂടെയും അടൽ തന്റെ പ്രതിഭ തെളിയിച്ചു. 21-ാം ഓവറിൽ കുൽദീപ് യാദവിനെതിരെ ക്രീസിൽ നിന്നിറങ്ങി വന്ന് തന്റെ സർവ്വശക്തിയും എടുത്ത് പന്തിനെ ലോങ് ഓണിന് മുകളിലൂടെ 88 മീറ്റർ ദൂരത്തിൽ സൈഡ് സ്ക്രീനിലേക്ക് അടിച്ചു കയറ്റിയ അടലിന്റെ ആ കൂറ്റൻ സിക്സർ അഫ്ഗാൻ ഡ്രസ്സിംഗ് റൂമിൽ നേരിയ ഒരു ആവേശം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ 57 റൺസ് നീണ്ടുനിന്ന ആ കൂട്ടുകൂട്ടത്തെ തന്റെ സ്പിൻ മാന്ത്രികതയിലൂടെ വാഷിംഗ്ടൺ സുന്ദർ തന്നെ തകർത്തെറിഞ്ഞു. അതിവേഗത്തിൽ പിച്ച് ചെയ്ത് നേരെ പാഞ്ഞെടുത്ത സുന്ദറിന്റെ ഫ്ളാറ്റ് ഡെലിവറിയെ മുന്നോട്ടാഞ്ഞു പ്രതിരോധിക്കാൻ ശ്രമിച്ച സദിഖുള്ള അടലിന്റെ ബാറ്റിനെ കബളിപ്പിച്ച പന്ത് നേരെ പാഡിൽ പതിച്ചപ്പോൾ അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത് ഒട്ടും മടിക്കാതെ വിരലുയർത്തി. അഫ്ഗാനിസ്ഥാൻ റിവ്യൂ എടുത്തുവെങ്കിലും അൾട്രാ എഡ്ജിൽ ബാറ്റിൽ തട്ടിയിട്ടില്ലെന്നും ബോൾ ട്രാക്കിംഗിൽ പന്ത് ലെഗ് സ്റ്റംപിൽ കൊള്ളുന്നുണ്ടെന്നും അമ്പയേഴ്സ് കോൾ ആണെന്നും വ്യക്തമായതോടെ 50 പന്തിൽ 5 ഫോറുകളുടെയും ഒരു സിക്സറിന്റെയും പിൻബലത്തിൽ 42 റൺസ് എടുത്ത അടലിന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. അടലിന് പകരം ക്രീസിലെത്തിയ ദർവീഷ് റസൂലി ഗൂർനൂർ ബ്രാറിന്റെ പന്തിൽ മനോഹരമായൊരു ബൗണ്ടറി നേടിയെങ്കിലും പരിക്കിനെ തുടർന്ന് വെറും 6 റൺസുമായി റിട്ടയർ ഹേർട്ടായി മടങ്ങേണ്ടി വന്നത് അഫ്ഗാനിസ്ഥാന് ഇരുട്ടടിയായി. തുടർന്നെത്തിയ നായകൻ ഹഷ്മത്തുള്ള ഷാഹിദി ഗൂർനൂർ ബ്രാറിന്റെ പന്തിൽ മനോഹരമായൊരു സ്ക്വയർ ഡ്രൈവിലൂടെ ബൗണ്ടറി നേടി തന്റെ വരവ് അറിയിച്ചെങ്കിലും തൊട്ടടുത്ത പന്തിൽ തന്നെ ബ്രാർ പകരം വീട്ടി. റൗണ്ട് ദ വിക്കറ്റിൽ നിന്നെറിഞ്ഞ 140.4 കിലോമീറ്റർ വേഗതയുള്ള ഹാർഡ് ലെങ്ത് പന്തിൽ പുൾ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച അഫ്ഗാൻ നായകന് പ്രതീക്ഷിച്ചത്ര ബൗൺസ് ലഭിക്കാതെ വരികയും പന്ത് ബാറ്റിന്റെ താഴെ വശത്ത് തട്ടി സ്വന്തം സ്റ്റമ്പുകളിലേക്ക് തന്നെ പതിക്കുകയും ചെയ്തതോടെ വെറും 4 റൺസ് എടുത്ത നായകന്റെ വീഴ്ചയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരാൻ തുടങ്ങി. നാംഗയാലി ഖരോട്ടി ക്രീസിലെത്തിയെങ്കിലും 31-ാം ഓവറിൽ പ്രിൻസ് യാദവിന്റെ മാന്ത്രിക പന്തിൽ അദ്ദേഹത്തിനും അടിതെറ്റി. റൗണ്ട് ദ വിക്കറ്റിൽ വന്ന പ്രിൻസ് യാദവ് എറിഞ്ഞ പന്ത് പിച്ചിൽ കുത്തി അല്പം പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഖരോട്ടിയുടെ ബാറ്റിന്റെ പുറം വക്കിൽ ഉരച്ച് പുറകിലെ കാലിലും തട്ടി സ്റ്റമ്പുകൾ തെറിപ്പിച്ചു. തന്റെ ആദ്യ ഏകദിന വിക്കറ്റ് സ്വന്തമാക്കിയ പ്രിൻസ് യാദവ് ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച ശേഷം പന്ത് നിയമപരമാണോ എന്നറിയാൻ അമ്പയർ വീരേന്ദർ ശർമ്മയുടെ മുഖത്തേക്ക് പരിഭ്രമത്തോടെ നോക്കിയപ്പോൾ അമ്പയർ പുഞ്ചിരിയോടെ അത് ശരിവെച്ചത് ഇന്ത്യൻ ടീമിൽ ആഹ്ലാദ തിരമാലകൾ സൃഷ്ടിച്ചു. ഒരു വശത്ത് വിക്കറ്റുകൾ തുടർച്ചയായി കൊഴിഞ്ഞു വീഴുമ്പോഴും അഫ്ഗാനിസ്ഥാന്റെ മിസ്റ്റർ റിലയബിൾ എന്നറിയപ്പെടുന്ന റഹ്മത്ത് ഷാ മറുവശത്ത് ഒരൊറ്റയാൾ പോരാട്ടം തുടരുകയായിരുന്നു. മറുവശത്ത് വാഷിംഗ്ടൺ സുന്ദറിന്റെ പന്തിൽ ബാക്ക്വേർഡ് പോയിന്റിലൂടെ മനോഹരമായി കട്ട് ചെയ്തും പ്രിൻസ് യാദവിന്റെ പന്തുകളിൽ അതിഗംഭീരമായ സ്ട്രേറ്റ് ഡ്രൈവുകളിലൂടെയും റഹ്മത്ത് ഷാ അഫ്ഗാൻ സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. കുൽദീപ് യാദവിന്റെ പന്തിൽ ബാക്ക് ഫുട്ടിൽ പോയി പന്തിനെ ലോങ് ഓഫിലേക്ക് പഞ്ച് ചെയ്തുകൊണ്ട് റഹ്മത്ത് ഷാ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഒരു പിഴവും കണ്ടെത്താൻ ഇന്ത്യൻ ബൌളർമാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഖരോട്ടിക്ക് ശേഷം ക്രീസിലെത്തിയ റാഷിദ് ഖാൻ പ്രിൻസ് യാദവിന്റെ പന്തിൽ ക്രീസിൽ നിന്ന് ഇറങ്ങി വന്ന് മിഡ് ഓഫിന് മുകളിലൂടെ ഒരു ബൗണ്ടറിയും തൊട്ടടുത്ത പന്തിൽ കാലനക്കാതെ തന്നെ എക്സ്ട്രാ കവറിലൂടെ മറ്റൊരു കിടിലൻ ബൗണ്ടറിയും കൂടി നേടി സ്കോറിംഗ് വേഗത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും 33-ാം ഓവറിൽ അഷ്ദീപ് സിംഗ് ആ വെടിക്കെട്ടിന് അന്ത്യം കുറിച്ചു. ഓവർ ദി വിക്കറ്റിൽ നിന്ന് വന്ന് അഷ്ദീപ് സിംഗ് എറിഞ്ഞ ഷോട്ട് പന്തിനെ തേർഡ് മാനിലേക്ക് റാം ഷോട്ട് കളിക്കാൻ ശ്രമിച്ച റാഷിദ് ഖാന് പിഴച്ചുപോയി. അവിടെ നിന്നിരുന്ന ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ കൈകളിലേക്ക് പന്ത് സുരക്ഷിതമായി വിശ്രമിക്കുകയും ചെയ്തു. 12 പന്തിൽ 12 റൺസ് എടുത്ത റാഷിദ് മടങ്ങിയതിന് പിന്നാലെ ക്രീസിലെത്തിയ അള്ള മുഹമ്മദ് ഗസൻഫറിനും അഷ്ദീപ് സിംഗ് യാതൊരു ദയയും നൽകിയില്ല. തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്തിനെ ലോഫ്റ്റഡ് ഡ്രൈവ് കളിക്കാൻ ശ്രമിച്ച ഗസൻഫറിന്റെ ബാറ്റിന്റെ താഴെ ഭാഗത്ത് തട്ടിയ പന്ത് നേരെ മിഡ് ഓഫിൽ നിന്നിരുന്ന ശ്രേയസ് അയ്യരുടെ കൈകളിലേക്ക് ഒതുങ്ങിയപ്പോൾ അഷ്ദീപ് സിംഗ് ഹാട്രിക്കിന്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി അഫ്ഗാൻ പോരാളികൾ കൂടാരം കയറുമ്പോഴും 71 പന്തിൽ 7 അതിമനോഹരമായ ബൗണ്ടറികളോടെ 68 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുന്ന റഹ്മത്ത് ഷായുടെ ഏകാന്തമായ പോരാട്ടം ഒരു വശത്ത് തുടരുകയായിരുന്നു. മറുവശത്ത് 15 പന്തിൽ 5 റൺസുമായി മുഹമ്മദ് സലീം സഫി പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 38.4 ഓവറുകൾ പിന്നിടുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ സ്കോർ 7 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിലായിരുന്നു. ആവശ്യത്തിനുള്ള റൺ റേറ്റ് ഓരോ നിമിഷവും ആകാശത്തേക്ക് ഉയരുകയും ലക്ഷ്യം അപ്രാപ്യമായ ഒരു സ്വപ്നം മാത്രമായി മാറുകയും ചെയ്തതോടെ അഫ്ഗാനിസ്ഥാന്റെ പരാജയം പൂർണ്ണമായും ഉറപ്പായി കഴിഞ്ഞിരുന്നു. എങ്കിലും അവസാന നിമിഷം വരെ പോരാടാൻ ഉറച്ച അഫ്ഗാൻ ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കി 402 റൺസ് എന്ന എവറസ്റ്റ് സമാനമായ ഇന്ത്യൻ സ്കോറിന് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ തകർന്നടിയുകയും ലക്നൌവിലെ ഇക്കാന സ്റ്റേഡിയത്തിൽ ടീം ഇന്ത്യയുടെ ചരിത്രപരവും അത്യന്തം ഗംഭീരവുമായ ഒരു മഹാവിജയത്തിന്റെ കാഹളം മുഴങ്ങുകയും ചെയ്തു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.